സംഭവിക്കത്തില്ല. ഭയപ്പെടാതിരിക്കുക. ഭയപ്പെടുന്നിടത്താണ് ഇവർ ജയിച്ചു കയറുന്നത്. കരയുന്നത് എന്തിനാണ്? നിനക്ക് എന്ത് സംഭവിച്ചു? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നിന്റെ പുറത്തൊക്കെ ചെളി പറ്റത്തില്ലേ? മുറിയത്തില്ലേ? രക്തം വരത്തില്ലേ? അതൊക്കെ വന്നു, അത്രയേ ഉള്ളൂ. ആക്സിഡന്റ് കഴിഞ്ഞു, നന്നായി ക്ലീൻ ചെയ്തു, മുറി ഉണങ്ങും, മാറും. ഇത് മറക്കാനുള്ള എല്ലാ പോംവഴിയും ചുറ്റും നിൽക്കുന്നവർ നിന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ലേ? അത് പോരെ, അത് മതിയെന്നേ. ഇവനൊക്കെയാണോ സർട്ടിഫിക്കറ്റ് തരേണ്ടത്? പിന്നെ ആ പെൺകുട്ടിയെ പറഞ്ഞൊരു വൃത്തികേട്, രതിജീവിത. നിന്റെ തള്ളയാണടാ രതിജീവിത അലവലാതി. ഈ പറഞ്ഞ നാറിയുടെ തള്ളയാണ് രതിജീവിത. ആ രതിജീവിതത്തിൽ ഉണ്ടായതാണ് നീ. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ, അതും അതിജീവിതയായ ഒരു പെൺകുട്ടിയെ നോക്കി ആ വൃത്തികേട് പറയാൻ എനിക്ക് തോന്നിയത്. വളരെ നല്ല കാര്യം. പിന്നെ പേഴ്സണൽ ഇഷ്യൂസിൽ മഞ്ജു വാര്യരുടെ കാര്യം, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ് വേല ചെയ്തതാണ് കാവ്യ. ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ് മറ്റൊരു പെണ്ണിന്റെ കഞ്ഞിക്കകത്ത് കൈയിടുന്നത്. അതിൽ പരം ഒരു വൃത്തികേട് വേറെ. എച്ചിൽ തിന്ന് ജീവിച്ച എച്ചി പെണ്ണുങ്ങളെടുത്ത് നമ്മൾ എന്ത് പറയാനാണ്? എച്ചിലാണ് അവൾ തിന്നുന്നത്. അതവൾക്ക് മനസ്സിലാകുന്നില്ല. ഇനിയും മനസ്സിലാകാതെ ഇവന്റെ കൂടെ തന്നെ ശിഷ്ടകാലം ജീവിക്കുമ്പോൾ അവൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ നിനക്ക് മഞ്ജുവിന്റെ അതേ സ്ഥാനം വരും. അന്ന് നിനക്ക് തിരിച്ചറിവുണ്ടാകും. ഇപ്പം അവൻ ഭയക്കും, കാരണം പേര് പ്രശ്നമാണല്ലോ. പക്ഷെ ചെയ്യേണ്ടതൊക്കെ അവൻ രഹസ്യമായിട്ട് ചെയ്യും. അവനൊരു മാടമ്പിയായിരുന്നു. തിലകനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പൊ കിട്ടിയത്. എന്നായാലും എപ്പോഴായാലും ഇതിനൊക്കെ ഒരു മറുപടി ഉണ്ടാകും. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ്. എന്തെന്നറിയാമോ? കോടതിയേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് ആൾമൈറ്റിയാണ്. തീർച്ചയായിട്ടും അവിടുന്ന് ഒരു മറുപടി ഉണ്ടാകും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഒരാൾ അവിടെ ഇരിക്കുന്നത്. നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് ജഗതി. പക്ഷെ ആ ഇരിപ്പുണ്ടല്ലോ, അത് ഒരുപാട് സുഖം തരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പെണ്ണിന്റെ കണ്ണീരാണ്. അവളുടെ കണ്ണീരിന്റെ നനവാണ് അയാൾ അവിടേക്ക് എത്തിയിരുത്തിയത്. നിയമത്തിന് നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും. ഇവിടുത്തെ കോടതികൾ ഇൻക്വയറി എന്ന സെക്ഷനിൽ മാറി മാറി തെളിവിന് വേണ്ടി നിൽക്കുന്നതാണ്. അതേസമയം അവിടെ തെളിവൊന്നുമല്ല. ആ കണ്ണ് കെട്ടാൻ പറ്റത്തില്ല. ആ നീതി ദേവതയുടെ കണ്ണാരും പിടിച്ച് കെട്ടിയിട്ടില്ല. അവർക്ക് കാണാം. അപ്പൊ അതിന്റെ മറുപടി അവിടുന്ന് തന്നെ വരാം. ആരൊക്കെ എത്ര ഘോരം പ്രസംഗിച്ചാലും തെറ്റ് ചെയ്തത് ഇയാൾ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇതിന്റെ മുകളിൽ സൈബർ ബുള്ളിങ്ങും അറ്റാക്കും ഒക്കെ നമുക്കും ഉണ്ടാവാം. ഈ ആ സൂക്ഷ്മം വരും, തെറിയൊക്കെ ഉണ്ടാകാം. മോസ്റ്റ് വെൽക്കം. തെറി വിളിക്കുന്നവൻ നിസ്സഹായനാണ്. മനസ്സിലായല്ലോ? നിന്റെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് നീ തെറി വിളിക്കുന്നത്. സത്യം ദേ അവിടെ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ആ പെണ്ണിനൊപ്പം. കൂട്ടം കുറവായിരിക്കാം, ആൾ ബാഹുല്യം കുറവായിരിക്കാം, പണവും കുറവായിരിക്കാം, പക്ഷെ സത്യം ഇപ്പുറത്താണ്. നീതി ദേവത ഞങ്ങളുടെ പക്ഷത്താണ്, സ്ത്രീ പക്ഷത്താണ്. അത് മനസ്സിലാകാൻ കാലങ്ങളോളം സഞ്ചരിക്കേണ്ടി വരും. ചരിത്രമൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മാറുമറയ്ക്കാൻ, നടക്കാൻ, കിടക്കാൻ, ഫസ്റ്റ് നൈറ്റ് സ്വന്തം ഭർത്താവിനോട് ആഘോഷിക്കാൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പെണ്ണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ചരിത്രമുള്ളത്. ഇതും മാറും, ഇതും കടന്നു പോകും. ഭാവനയ്ക്കൊപ്പം. താങ്ക് യു.